Happy Songkran! Songkran! ഹാപ്പി സംക്രാൻ. സംക്രാൻ നമ്മൾ സെൻട്രൽ വേൾഡിലേക്കാണ് പോകാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നിറഞ്ഞു പറഞ്ഞ കാര്യമൊന്നുമില്ല. അടിപൊളി അടിപൊളി. ഹായ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ തായ്ലൻഡിലെ ഏറ്റവും വലിയ, അതായത് വാട്ടർ ഫെസ്റ്റിവൽ. എല്ലാ വർഷവും ഇത് നടക്കാറുണ്ട്. 13, 14, 15 ദിവസങ്ങളിലാണ് ഈ ഒരു വേൾഡ് ഫേമസ് ആയ തായ്ലൻഡിലെ വാട്ടർ ഫെസ്റ്റിവൽ നടക്കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ വേൾഡിലാണ്. അത് ഏറ്റവും ഭയാനകമായ രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് സെൻട്രൽ വേൾഡ്. അവിടേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇങ്ങനെ നിങ്ങളിപ്പം കാണും സെൻട്രൽ വേൾഡിലൊരു വലിയൊരു മാളാണത്. അപ്പോൾ ആ മാളിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഈ ഒരു എന്താ പറയുക വാട്ടർ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ മേത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ് ശരിക്കും സൊങ്ക്രാൻ എന്ന് പറയുന്നത്. സൊങ്ക്രാൻ എന്ന് പറഞ്ഞാൽ തായ്ലൻഡിലെ നമ്മളെ വിഷുവിന് അതേ ദിവസം തന്നെ തായ്ലൻഡിലെ ന്യൂ ഇയർ ആണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളെ എന്താ പറയുക ബാഡ് ലക്കെല്ലാം പോയിട്ട് നല്ലൊരു പുതിയ വർഷത്തെ വരവേൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തായ്ക്കാർ ഇത് ആഘോഷിക്കുന്നത്. ബാങ്കോക്ക് അല്ലെങ്കിൽ പട്ടായ പോലെ സ്ഥലങ്ങളിൽ വാട്ടർ ഗൺ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മേത്ത് വെള്ളം തെറിച്ചുകൊണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടും ഇത് ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ ഒരു ന്യൂ ട്രഡീഷൻ, അതായത് ഒരു പുതിയ ജനറേഷൻ ആഘോഷമായി മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ. സാധാരണ ട്രഡീഷണലായിട്ട്, അതായത് പഴയ വയസ്സായ ആൾക്കാർ അനുഗ്രഹം നേടുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു അവർ വെള്ളം ഒഴിച്ച് കൈയെല്ലാം കഴുകിയിട്ടാണ് ആ ഒരു ആഘോഷം. പക്ഷേ ഈ പുതിയൊരു ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാളിൽ അകത്ത് തന്നെ ഡാൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പുതിയ സ്റ്റൈലിലെ ഡാൻസാണ് അവരിപ്പം ഇറക്കിയിരിക്കുന്നത് 2025. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, ഇതിൻ്റെ നെക്സ്റ്റ് വേർഷൻ, അതായത് 2ാമത്തെ 3ാമത്തെ ദിവസം നമുക്ക് നാളെ കാണിക്കാം. ഇത് 1ാമത്തെ ദിവസമാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തുള്ള അതിഭയാനകമായ വാട്ടർ ഗൺ കൊണ്ടുള്ള ഫൈറ്റിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ശരിക്കും സെൻട്രൽ വേൾഡിലെ ഒരു ആദ്യത്തെ ദിവസമാണ്. എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ അധികമൊന്നും വലിയ രീതിയിൽ സെലിബ്രേഷനൊന്നും ഇല്ലെങ്കിൽ പോലും അടുത്ത ദിനങ്ങളിൽ ഇതിലും ഭയാനകമായ വേർഷൻ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും വൈകുന്നേരങ്ങളിലാണ് ഇത് ആഘോഷിക്കാൻ വേണ്ടി പുറത്ത് ഇറങ്ങി തുടങ്ങിയത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. റോഡ് സൈഡിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഗണ്ണുകൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾ ഈ സൊങ്ക്രാൻ ഡേയ്സിൽ തായ്ലൻഡ് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മൊബൈൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള കവറുകൾ മേടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ശരിക്കും വെള്ളം കയറി എന്തെങ്കിലുമൊക്കെ തകരാറ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഒരു എക്സ്ട്രാ ഡ്രസ്സ് നിങ്ങൾ വരികയാണെങ്കിൽ എടുത്തുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരിക. എല്ലാ പ്രൊട്ടക്ഷനും, അതായത് ഐ പ്രൊട്ടക്ഷനും നമുക്ക് ചെവിക്ക് കൊണ്ടുള്ള പ്രൊട്ടക്ഷനും നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ പ്രൊട്ടക്ഷനും എടുത്തുകൊണ്ട് മാത്രമേ ഇതുപോലുള്ള സ്ഥലങ്ങൾ വരാവൂ. കാരണം ഏത് നേരത്തും നമ്മുടെ മേത്ത്, അതായത് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്കൊരു അതിഭീകരമായ ഒരു വെള്ളത്തിൻ്റെ എന്താ പറയുക ഒരു ആറ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഈ സൊങ്ക്രാൻ ദിവസങ്ങൾ പല ഏരിയാസ് ആയിട്ടാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ഇതിപ്പോൾ സെൻട്രൽ വേൾഡിലെ പരിസരത്താണ് ഈ ഒരു ആഘോഷം നമുക്ക് ഇന്ന് കാണാൻ പറ്റും. അതായത് ഡേ 1 നമ്മളിന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഡേ 2 ഇപ്പം കൗസാൻ റോഡിൽ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സീലോം റോഡ്, അങ്ങനെ പലതരത്തിലുള്ള ലൊക്കേഷൻസിലായിട്ടാണ് അവർ ഈ ഒരു ആഘോഷങ്ങൾ നടത്താറ്. ഇവിടെ കൺസേർട്ടും മറ്റുള്ള പരിപാടികളും പാട്ടും പരിപാടികളൊക്കെ രാത്രിയാകുമ്പോൾ ഉണ്ടാകാറുണ്ട്. എല്ലാവരും, അതായത് പൊതുവേ ഈ സൊങ്ക്രാൻ ദിവസങ്ങളിൽ ഏകദേശം എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് കറങ്ങാൻ, പല മൗണ്ടൻസിനും മറ്റുള്ള ഏരിയാസിൽ നിന്ന് ബാങ്കോക്ക് വിട്ടുകൊണ്ട് പല ആൾക്കാരും പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ബാങ്കോക്ക് തന്നെ സ്റ്റേ അടിച്ച്. കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഫോറിനേഴ്സാണ്. അതായത് ഈ ഒരു ആഘോഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ഇവിടെ വരുന്ന ഫോറിനേഴ്സിനെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതായത് സൊങ്ക്രാൻ ഡ്രസ്സ് ഇട്ടുകൊണ്ടും ബീർ അടിച്ചുകൊണ്ടും എല്ലാം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും.
ശരിക്കും സംക്രാന്തിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ആദ്യത്തെ ദിവസമായത്. നാളെയും പെട്ടെന്നുള്ള ഇതിൻ്റെ വൈബ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ വേണ്ടി ചെയ്തതാണ്. നല്ല ഹെവി എമൗണ്ടിലാണ് വെള്ളം അടിച്ച് വരുന്നത്. ഹെവി സംക്രാന്തായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവും. നല്ലോണം കുളിപ്പിച്ച് ബാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. പോകാൻ പോകുന്നേരത്ത് കുളിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇവിടെ ഫുഡിൻ്റെ സംഭവങ്ങളുണ്ട് കേട്ടോ. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അതായത് ബാങ്കോക്കിലെ മറ്റൊരു വലിയൊരു മാളാണ് സിയാം പാരഗൺ എന്ന് പറയുന്നത്. ആ സിയാം പാരഗണിൻ്റെ പരിസരത്തും ഒരുപാട് സംക്രാന്തി സെലിബ്രേഷൻ നടക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാറിലേക്ക് വൈകുന്നേരം വരുമ്പോൾ ഷൂട്ട് ചെയ്തൊരു ഭാഗമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ മാളിൻ്റെ സൈഡിൽ തന്നെയുള്ള പലതരത്തിലുള്ള ആൾക്കാരുടെ വാട്ടർ ഫൈറ്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സംക്രാന്തി കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. സിയാം പാരഗൺ റോഡിലേക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണിപ്പോൾ. രാവിലെ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ കൂടിയോടെയാണ് ബാങ്കോക്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ സംക്രാന്തി ആഘോഷിക്കാൻ എത്തിയത്. അപ്പോൾ അവിടെ ഈ ഒരു സെൻട്രൽ വേൾഡിൻ്റെ പരിസരത്ത് നല്ല തിരക്കായിരുന്നു. അതായത് ഭക്ഷണം വെക്കുന്ന ആൾക്കാരുണ്ട്, ജ്യൂസ് വെക്കുന്ന ആൾക്കാരുണ്ട്, അവിടുത്തെ സംക്രാന്തി ഗൺസ് വെക്കുന്ന ആൾക്കാരുണ്ട്, പല രാജ്യക്കാർ അവിടെയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്താ പറയുക വാട്ടർ ഫൈറ്റ് നടത്തുന്നുണ്ട്. പക്ഷേ റോഡുകളെല്ലാം തന്നെ ബാങ്കോക്കിലെ ട്രാഫിക്കുകളെല്ലാം വളരെ നോർമലാണ്. ഇന്ന് പ്രത്യേകിച്ച് ട്രാഫിക്കുകളൊന്നും തന്നെ ഇല്ല. ബാങ്കോക്ക് ശരിക്ക് അടിപൊളിയായിട്ട് സ്ഥലങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് സംക്രാന്തിൽ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ട്രാഫിക് വളരെ കുറവാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പല സ്ഥലങ്ങളിലേക്കും എന്താ പറയുക മൗണ്ടൻസിലേക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് അടിച്ചിരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ നമ്മൾ സെൻട്രൽ വേൾഡിൻ്റെ ആ ഒരു സൈഡിലെ റോഡിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംക്രാന്തി ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2-3 ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് അടുത്ത ഏതെങ്കിലും ലൊക്കേഷൻ തേടി നമുക്ക് അടുത്ത സംക്രാന്തി ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകൾ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. വൈഭവ് സൈനിങ് ഓഫ്. ഫുള്ള് കുളിപ്പിച്ച് നാറ്റി മോനെ, ഒരു രക്ഷയില്ല. ഇനി കുറച്ച് നേരം ഭക്ഷണം കഴിച്ചെടുത്ത പരിപാടിയാണ്. സംക്രാന്തിൻ്റെ ഫസ്റ്റ് ഡേ ആണിത്. നമ്മുടെ സെൻട്രൽ വേൾഡിൻ്റെ കാഴ്ചകളാണ് കാണിച്ചത്. ഒന്നും വരണ്ട, ഫുള്ള് കുളിച്ച് മാറി. Happy Songkran, Central World Songkran.